ലോകത്തെ നിയന്ത്രിക്കുന്ന ബാറ്ററി ഭീമൻ. ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോണ്ടംപററി ആംബ്രസ് ടെക്നോളജി കോ ലിമിറ്റഡ് എന്ന കാറ്റിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന ബാറ്ററി നിർമ്മാതാക്കളിൽ ഒന്നാണ്. 2011 റോബിൻസൺ ആണ് ഈ കമ്പനി സ്ഥാപിച്ചത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ബാറ്ററി നൽകിയിരുന്ന ATL എന്ന കമ്പനിയിൽ നിന്നാണ് അദ്ദേഹം കാറ്റിൽ രൂപീകരിച്ചത്. കേവലം 10 വർഷം കൊണ്ട് ലോകത്തിലെ തന്നെ 1-ാം നമ്പർ ബാറ്ററി കമ്പനിയായി ഇവർ മാറി. BMW തന്നെയാണ് ഇവരുടെ ആദ്യ വലിയ ഉപഭോക്താവ്. പിന്നീട് ടെസ്ല, വോൾസ്വാഗൻ തുടങ്ങിയ വമ്പൻ കമ്പനികൾക്ക് ഇവർ ബാറ്ററി നൽകി തുടങ്ങി. വിപണിയിലെ ആധിപത്യം. ലോകത്ത് വിൽക്കപ്പെടുന്ന 3 ഇലക്ട്രിക് കാറുകളിൽ ഇന്ന് 1-ൽ കാറ്റിലിൻ്റെ ബാറ്ററി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആഗോള വിപണിയുടെ ഏകദേശം 37% ഇവർ കൈക്കലാക്കിയിട്ടുണ്ട്. 2022 കാറ്റിൽ അവതരിപ്പിച്ച ഗിലിൻ ബാറ്ററികളുടെ നിർമ്മാണ രീതി തന്നെ മാറ്റിമറിച്ചു. NCM ടെക്നോളജിയിൽ നിർമ്മിച്ച ഈ ബാറ്ററിയിൽ എനർജി ഡെൻസിറ്റി പറയുന്നത് 255 Wh/kg ആണ്. അതായത് ഒറ്റ ചാർജിൽ 1000 കിലോമീറ്റർ വരെ കൈവരിക്കാം. പ്രത്യേകത, ഇതിലെ സെൽ ടു ബാക്ക് ടെക്നോളജി വഴി ബാറ്ററി പാക്കിനുള്ളിലെ സ്ഥലം പാഴാക്കാതെ കൂടുതൽ പവർ കുറഞ്ഞ സ്ഥലത്ത് ഉൾക്കൊള്ളിക്കാൻ അവർക്ക് സാധിച്ചു. 2023 ഓഗസ്റ്റിൽ അവരുടെ ഫസ്റ്റ് ജനറേഷൻ ഷെൻസിങ് ബാറ്ററികളെ അവതരിപ്പിച്ചു. ഇതിലാകട്ടെ LFP ബാറ്ററി കെമിസ്ട്രിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാകട്ടെ ലോകത്തിലെ തന്നെ ആദ്യ 4C ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുള്ള LFP ബാറ്ററികളായിരുന്നു. വെറും 10 മിനിറ്റിൽ 400 കിലോമീറ്റർ റേഞ്ച്. ബാറ്ററിയുടെ സ്റ്റെബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലോ -10°C തണുപ്പിലും മികച്ച പ്രകടനം. 2025 അവരുടെ ഷെൻസിങ് ബാറ്ററിയുടെ 2-ാം തലമുറയിലുള്ള ബാറ്ററികൾ അവർ അവതരിപ്പിച്ചു. 2-ാം തലമുറയിൽ വേഗത പിന്നെയും വർദ്ധിച്ചു. പീക്ക് ചാർജിംഗ് 1.2 മെഗാവാട്ട് പവർ, അതായത് സെക്കൻഡിൽ 2.5 കിലോമീറ്റർ എന്ന വേഗതയിൽ ചാർജിംഗ്. 5% മുതൽ 80% വരെ വാഹനം ചാർജ് ആകാൻ വെറും 15 മിനിറ്റ് മതി. ഇത് ഏത് കൊടും തണുപ്പിലും മാറ്റമില്ല എന്നുള്ളത് ഓർക്കണം. 2025 കമ്പനിയുടെ വിപ്ലവകരമായ മാറ്റം ഇത് മാത്രമായിരുന്നില്ല കേട്ടോ. ലോകത്തിലെ തന്നെ ആദ്യ മാസ് പ്രൊഡക്ഷൻ നെക്സ്ട്രാ ബാറ്ററികൾ, അതായത് സോഡിയം ബാറ്ററികളുടെ മാസ് പ്രൊഡക്ഷൻ ഇവർ അനൗൺസ് ചെയ്തു. ലിഥിയം ബാറ്ററികളിലെ ലിഥിയത്തിന് പകരം കുറഞ്ഞ ചിലവിൽ വരുന്ന സോഡിയം ഉപയോഗിക്കുന്ന വഴി ബാറ്ററി വിപണിയിൽ തന്നെ വൻ വിപ്ലവം കൊണ്ടുവരാം എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ബാറ്ററികളുടെ റേഞ്ച് പറയുന്നത് 500 കിലോമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ചാർജിങ് സൈക്കിൾ പറയുന്നത് 10,000 ആണ്. അങ്ങനെ ബാറ്ററികളുടെ വില കുറക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇത് പാസഞ്ചർ EV അല്ലെങ്കിൽ 24 വോൾട്ട് ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ബാറ്ററികൾക്ക് അതിൻ്റെ ടെമ്പറേച്ചർ 40°C മുതൽ 70°C വരെ നല്ല എഫിഷ്യൻസിയും അതുപോലെ തന്നെ നല്ല പെർഫോമൻസും നൽകാൻ കഴിയും എന്നും പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പുതിയ ടെക്നോളജി കൂടിയും അവർ അവതരിപ്പിച്ചു, ഫ്രീ വോയിഡ് ഡ്യുവൽ പവർ ബാറ്ററി ടെക്നോളജി. 2 വ്യത്യസ്ത എനർജി സോണുകൾ ഒരേ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇതിലൂടെ ബാറ്ററിയിലെ 5 ഫങ്ഷൻസ് മെച്ചപ്പെടുത്താം എന്നാണ് പറയുന്നത്. അതായത് ഹൈ വോൾട്ടേജ്, ബാറ്ററിയുടെ സ്ട്രക്ചർ, തെർമൽ മാനേജ്മെൻറ്റ്, പിന്നെ തെർമൽ റൺഅവേ സേഫ്റ്റി പ്രൊട്ടക്ഷൻ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 2 കെമിസ്ട്രി ഓഫ് ബാറ്ററികളെ മിക്സ് ചെയ്ത് കൊണ്ടുവരുന്ന ബാറ്ററികളാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സോഡിയവും LFPയും ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററി, അതായത് തണുപ്പുള്ളപ്പോൾ സോഡിയവും സാധാരണ കാലാവസ്ഥയിൽ LFPയും പ്രവർത്തിക്കുന്നു. അതുപോലെ LFP+LFP ഡ്യുവൽ പവർ ടെക്നോളജി ബാറ്ററി, അതായത് അവരുടെ ഷെൻസിങ് സൂപ്പർ ഫാസ്റ്റ് Gen 2 ബാറ്ററിയും ഈ LFP സെൽഫ് ആനോഡ് ബാറ്ററിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാറ്ററി ടെക്നോളജി. ഈ ബാറ്ററിക്ക് 1000 കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ NMC+LFP ബാറ്ററി ടെക്നോളജിയും അവരുടെ ഗിലിംഗ് ബാറ്ററി ടെക്നോളജിയിൽ വരുന്ന NMC ബാറ്ററിയും സെൽഫ് ആനോഡ് NMC ബാറ്ററിയും തമ്മിലുള്ള ഒരു NMC+NMC ഡ്യുവൽ ബാറ്ററി ടെക്നോളജിയും അവതരിപ്പിച്ചു. ഈ ബാറ്ററി ടെക്നോളജികളിൽ 150 കിലോവാട്ട് പവറും 1500 കിലോമീറ്റർ വരെ റേഞ്ച് പറയുന്നുണ്ട്. പിന്നെ 20% SOC ചാർജ് താഴെ പോയി കഴിഞ്ഞാലും ബാറ്ററി പവർ ഔട്ട്പുട്ട് 600 വാട്ട്സ് വരെ നൽകുന്നു. 2026, അതായത് കഴിഞ്ഞ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് വെറും 1 വർഷം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇതൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആണ്. അവരുടെ ഷെൻസാങ് ബാറ്ററിയുടെ 3-ാം തലമുറ ബാറ്ററി കേടുവരാതെ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് എന്നതാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടെ ബാറ്ററി ടെക്നോളജിയിലുള്ള EV കാറുകൾ തന്നെ ആയിരിക്കും ഭാവിയിൽ നമ്മുടെ റോഡുകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ചാർജിംഗ് റേറ്റിലും അവർ ഒരുപാട് മുന്നേറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ബാറ്ററികളിൽ 10C മുതൽ 15C വരെ വേഗത കൈവരിക്കാനാവുന്നുണ്ട്. അതായത് 10% മുതൽ 35% ഈ വണ്ടിയിൽ ചാർജ് ചെയ്തെടുക്കാൻ വെറും 1 മിനിറ്റ് മതി എന്നാണ് പറയുന്നത്. എന്നാൽ 10% മുതൽ 80% വരെ ചാർജ് ആകാൻ 3 മിനിറ്റും 44 സെക്കൻഡുമാണ് പറയുന്നത്.
10% മുതൽ 98% വരെ ചാർജ് ചെയ്യാൻ 6 മിനിറ്റും 27 സെക്കൻഡ്സുമാണ്. ഇത്രയും വലിയ ചാർജിങ് സ്പീഡായിട്ട് പോലും ടെമ്പറേച്ചർ വളരെ ലോയിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും ഈ ബാറ്ററിയുടെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. -30 എക്സ്ട്രീം കോൾഡ് കണ്ടീഷനിൽ പോലും ഈ ഫാസ്റ്റ് ചാർജിങ് കൈവരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും കമ്പനി പറയുന്നുണ്ട്. 1000 ചാർജിങ് സൈക്കിൾ കഴിഞ്ഞിട്ടും ഈ ബാറ്ററിയിൽ 90% കപ്പാസിറ്റി റിട്ടൈൻ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ബാറ്ററിയെ മികവുറ്റതാക്കുന്നത്. ഈ വർഷം ഗിലിൻ ബാറ്ററിയുടെ 3ാം തലമുറയും അവർ അവതരിപ്പിച്ചു. അതിലാകട്ടെ എനർജി ഡെൻസിറ്റി ഇപ്രാവശ്യം കൂടിയിട്ടുണ്ട്. 280 Wh/kg ആണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ബാറ്ററി NMC ബാറ്ററി ആയതുകൊണ്ട് സേഫ്റ്റിയിലും അവർ മുൻതൂക്കം നൽകിയിട്ടുണ്ട്. ഓരോ സെല്ലിനും പ്രത്യേക എക്സോസ്റ്റ് ചാനലുകൾ നൽകി പെട്ടെന്നുള്ള തീപിടുത്തങ്ങളെ തടയുന്നു. ഇതേ ബാറ്ററിയുടെ കണ്ടൻസ്ഡ് ബാറ്ററി ടെക്നോളജി ബെയ്ജിങ്ങിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നത് റോഡുകളിലല്ല, ഏവിയേഷൻ ടെക്നോളജികളിലാണ്. അതായത് പാസഞ്ചർ എയർക്രാഫ്റ്റിൽ. അതിലെ റേഞ്ച് ലക്ഷ്യമിടുന്നത് 1500 കിലോമീറ്റർ മുതലാണ്. നിലവിൽ ഈ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ പൂർണ്ണമായി എത്തിയിട്ടില്ലെങ്കിലും കാറ്റിൽ ബാറ്ററികൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ എൻഡ് വണ്ടികളിലാണ്. ഇന്ത്യയിൽ ടെസ്ല അതുപോലെ MGയുടെ ഹൈ എൻഡ് വെഹിക്കിളായിട്ടുള്ള MG ZS EVയിൽ, ഹുണ്ടൈ അയോണിക്കിൽ, അതുപോലെ തന്നെ ഇനി ഹോണ്ട ഇറക്കാൻ പോകുന്ന ഇലക്ട്രിക് കാറിൽ കാറ്റിൽ ബാറ്ററി ആണ് വരുന്നത് എന്ന് പറയുന്നു. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് പുതിയ ഇൻഫോർമേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.